നമസ്കാരം. 2019 വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ. ആ ചിത്രത്തിന്റെ സംവിധായകൻ അടുത്ത ചിത്രവുമായി വരുന്നു എന്നത് തന്നെയാണ് സൂപ്പർ ശരണ്യയിലേക്ക് ആകർഷിച്ച പ്രധാന ഘടകം എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ റിലീസിന് മുന്നേ വന്ന ഗാനങ്ങൾ, ട്രെയിലറൊക്കെ ആ പ്രതീക്ഷകളെ നിലനിർത്തിയത് തന്നെയായിരുന്നു. ഗിരീഷ് ഏടി എന്ന സംവിധായകന്റെ മികവ് ആദ്യ ചിത്രത്തിൽ തന്നെ പ്രകടമായതുമാണ്. അനശ്വര രാജൻ, അർജുൻ അശോകൻ, മമിത ബൈജു, നസ്ലീൻ, വിനീത് വിശ്വം, വിനീത് വാസുദേവൻ, സജിൻ ചെറുകയിൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ തിയേറ്റർ റിലീസായി വന്ന ചിത്രം കൂടിയാണ്. ചിത്രത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ശരണ്യയുടെ കഥയാണ്. കോളേജ് ജീവിതവും അവിടുത്തെ സൗഹൃദവും ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രണയവും ഒക്കെ പ്രാധാന്യം നൽകി പറയുമ്പോൾ ഈ യാത്രയിൽ, ശരണ്യയുടെ ലൈഫ് പറയുന്ന യാത്രയിൽ, ശരണ്യയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് കഥാപാത്രങ്ങൾക്കും വ്യക്തമായ പ്രാധാന്യം നൽകി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പേരിനൊപ്പം സൂപ്പർ എന്നുണ്ടെങ്കിലും ശരണ്യയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അത്ര സൂപ്പറാണോ എന്നൊരു ചോദ്യമുണ്ട്. ആത്മവിശ്വാസക്കുറവുള്ള, പരമാവധി തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി പോകാൻ ആഗ്രഹിക്കുന്ന, കോളേജിൽ സീനിയർ ചേട്ടൻ കാണണമെന്ന് പറഞ്ഞു വിട്ട സമയത്ത് പേടിച്ച് വീട്ടിലേക്ക് പോകുന്ന, വാഹനം ഓടിച്ചു പോകുമ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന ചേട്ടന്മാർ കമൻ്റ് അടിക്കുമെന്ന് പേടിച്ച് വേറെ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന അത്തരമൊരു കഥാപാത്രമായാണ് ശരണ്യയെ നമ്മൾ പരിചയപ്പെടുന്നത്. കോളേജ് ജീവിതത്തിലെ സംഭവങ്ങൾ ശരണ്യയുടെ സ്വഭാവത്തെ കൂടെ മാറ്റിയെടുക്കുന്നതിൽ എങ്ങനെ കാരണമാകുന്നു എന്നതുകൂടെ ഈ സിനിമ പരിഗണിക്കുന്നുണ്ട്. പ്രകടനത്തിൽ ആരെ എടുത്തു നോക്കിയാലും ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയാം. ശരണ്യയായിരുന്ന അനശ്വര രാജൻ കൺവിൻസിംഗ് ആയി തന്നെ ആ കഥാപാത്രത്തെയും ആ കഥാപാത്രത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ റിയാക്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ സ്വാഭാവികമായിട്ട് തന്നെ വരുന്നൊരു ഫീലായിരുന്നു സ്ക്രീനിൽ കാണുന്ന സമയത്ത്. അനശ്വരയ്ക്കൊപ്പം തന്നെ പരാമർശിക്കേണ്ടുന്ന പേരാണ് ശരണ്യയുടെ സുഹൃത്തായ സോനയായെത്തുന്ന മമിതയുടെ പ്രകടനം. സിനിമ കണ്ടു കഴിയുമ്പോഴും ശരണ്യയുടെ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ സോനയെ മികവിലെത്തിച്ചിട്ടുണ്ട് മമിത, അതിലൊരു തർക്കവുമില്ല. സീനുകൾ ലൈവായി കൊണ്ടുപോകുന്നതിൽ ഈ കൂട്ടത്തിലെ 4 പേരുടെ പ്രകടനവും കൂടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ദീപു ആയെത്തുന്ന അർജുൻ അശോകനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഒരു പരിധിവരെ ആ കഥാപാത്രത്തെ പ്രേക്ഷകരിൽ എത്തിക്കുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. അരുൺ സാറായെത്തുന്ന വിനീത് വിശ്വം, അജിത് മേനോനായെത്തുന്ന വിനീത് വാസുദേവൻ, അഭി ആയെത്തുന്ന സജിൻ ചെറുകയിൽ, വരുൺ ആയെത്തുന്ന വരുൺ ധാര, സംഗീത ആയെത്തുന്ന നസ്ലീൻ എന്നിവരുടെ പ്രകടനങ്ങളും ഇതിനൊപ്പം തന്നെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. രസമായി തന്നെ വന്നിട്ടുണ്ട്. സിനിമയുടെ ബെസ്റ്റ് പാർട്ടായി തന്നെ ഇവരുടെ പ്രകടനങ്ങൾ വരുന്നുണ്ട്. ടൈമിംഗ്, കോമ്പിനേഷൻ, കെമിസ്ട്രി എന്നിവയൊക്കെ വർക്കാവുന്നതിൽ ഈ കാസ്റ്റിംഗ് മികച്ച രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. സജിത് പുരുഷന്റെ ഛായാഗ്രഹണം, ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതം എന്നിവയും സിനിമയുടെ മികച്ച വശങ്ങളാണ്. പാട്ടുകളിൽ തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്ന വേർഡ്സ് ഒക്കെ രസകരമായിരുന്നു കേൾക്കുന്ന സമയത്ത്. കഥ പറച്ചിലിനെ ഒഴുക്കിൽ കൊണ്ടുപോകാൻ ഈ പാട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുമുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ നിന്നും സൂപ്പർ ശരണ്യയിലെത്തുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു സ്പേസിലാണ് ഗിരീഷ് ഏടി കഥ പറയുന്നത്. ക്യാമ്പസ് കഥകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആൺ ഗ്യാങ്ങുകളുടെ കഥയ്ക്കിടയിലേക്കാണ് പെൺകുട്ടികളുടെ ഗ്യാങ്ങും അവരുടെ ലൈഫും ഒക്കെ കൊണ്ടുവരുന്നത്. അതിനെ രസകരമായി തന്നെ സ്ക്രീനിലെത്തിക്കാൻ ഗിരീഷിന് സാധിച്ചിട്ടുമുണ്ട്. സിനിമയുടെ ആദ്യ പകുതി ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയാം. ഓർഗാനിക്കായി തന്നെ കൊണ്ടുവരുന്ന കോമഡികൾ, ഒട്ടേറെ കഥാപാത്രങ്ങൾ വരുന്ന സമയത്തും രസച്ചരട് പൊട്ടാതെ തന്നെ ചേർത്ത് വെച്ച് കൊണ്ടുപോകുന്നതിലെ മികവ്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ ആദ്യ പകുതി നോക്കിക്കഴിഞ്ഞാൽ പ്രകടനത്തിനൊപ്പം തന്നെ ഗിരീഷ് ഏടി എന്ന മേക്കറുടെ മികവ് കൂടെ കാണാം. പക്ഷേ രണ്ടാം പകുതി എത്തുമ്പോൾ ആദ്യ പകുതിയിൽ കൊണ്ടുവന്ന പഞ്ച് പലയിടത്തായി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും സിനിമയിൽ പറയുന്ന വിഷയത്തിൻ്റെ ട്രാക്ക് കുറച്ചുകൂടെ മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും തമാശയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. കുറേയൊക്കെ വിജയിക്കുന്നുണ്ടെങ്കിലും ഒരു പഞ്ച് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നാണ് തോന്നിയത്. രണ്ടാം പകുതിയിൽ പലപ്പോഴും ഒരു വികാസം സംഭവിക്കാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫീൽ കൂടിയായിരുന്നു. മാത്രമല്ല, ദീപു, ശരണ്യ എന്നീ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്പേസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ രണ്ടാം പകുതിയിൽ നോക്കുകയാണെങ്കിൽ ചിലയിടങ്ങളിൽ അത്ര കൺവിൻസിംഗ് ആയി ഫീൽ ചെയ്തിട്ടുമില്ല. ഗേൾസ് ഹോസ്റ്റലും അവരുടെ ജീവിതവും ഒക്കെ പറയുമ്പോഴും അതിനെ സ്വാഭാവികമായി തന്നെ സ്ക്രീനിൽ കൊണ്ടുവരുന്നു എന്നത് സൂപ്പർ ശരണ്യയിലെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പ്രധാന ട്രാക്കിനെ പരിഗണിച്ചു പോകുമ്പോഴും സബ് പ്ലോട്ടുകളൊക്കെ സിങ്കായി തന്നെ പോകുന്നുണ്ട് ഒരു പരിധിവരെ. അർജുൻ റെഡ്ഡി എന്ന ക്യാരക്ടർ എത്രത്തോളം ടോക്സിക് ആണ് എന്നൊക്കെ ഈ സിനിമയിൽ അജിത് മേനോൻ എന്ന കഥാപാത്രത്തോട് പറയുന്നുണ്ട്. സ്പൂഫ് രീതിയിൽ പരിഗണിച്ച ചില സീനുകളൊക്കെ രസകരമായിരുന്നു. കോമഡിക്ക് പ്രാധാന്യം നൽകി പോകുന്നതിൽ ചിരിക്കാനുള്ള ഒട്ടേറെ നിമിഷങ്ങൾ സിനിമ നൽകുന്നുണ്ട്. അപ്പോഴും രണ്ടാം പകുതിയിൽ ശരണ്യയ്ക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളെ പരിഗണിക്കുമ്പോൾ സീരിയസ് ആയി പരിഗണിക്കണം എന്നുണ്ടായിരുന്ന വിഷയങ്ങളും ഈ കോമഡിയിൽ തന്നെ മുങ്ങിപ്പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ചിലപ്പോൾ എഴുത്തിൽ അങ്ങനെ തന്നെ പരിഗണിച്ചതാണോ എന്നും അറിയില്ല. എന്തായാലും കാണുന്ന സമയത്ത് ആ കാര്യങ്ങൾ അത്ര സിങ്കായി അനുഭവപ്പെട്ടില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗംഭീരമായ ആദ്യ പകുതിയും കുറേ ചിരിക്കാനുള്ള ആദ്യ പകുതിയും ഓക്കെ ഫീൽ നൽകിയ രണ്ടാം പകുതിയുമാണ് സൂപ്പർ ശരണ്യ സമ്മാനിച്ചത്. മൊത്തത്തിൽ ഒരു വാച്ചബിൾ മൂവി ആയിട്ടാണ് തോന്നിയതും. സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കോവിഡ് കേസുകൾ നമ്മുടെ രാജ്യത്തും ലോകത്ത് പലയിടത്തുമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. സ്റ്റേ സേഫ്. വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ.